വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള പ്രകൃതി നിയമം ഒഴുക്കിനെ തടയാതിരിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള ഒരു പ്രകൃതി നിയമം എന്താ? അവിടെ മാനുഷികമായ ഇടപെടലിൽ ഒഴുക്കിനെ തടയാതിരിക്കുക. ഇപ്പം മദ്രാസിലൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിൻ്റെ പഴയ മദ്രാസ് പട്ടണത്തിൻ്റെ പഴയ ബ്ലൂ പ്രിൻറ്റിൽ ഒത്തിരിയേറെ അരുവികളും പുഴകളും ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നീട് വർഷകാലത്ത് വേനൽക്കാലം വന്നപ്പോൾ ആൾക്കാർ വെള്ളം ഒഴുക്കിനെക്കുറിച്ച് മറന്നു, അവിടെ എല്ലാം വീട് വെച്ചു. പിന്നീട് വർഷം വന്നപ്പോൾ, മഴ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ഒഴുകണ സ്ഥലത്ത് കൂടി വെള്ളം ഒഴുകിപ്പോയപ്പോൾ തടസ്സമുള്ളത് കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. അതാണ്ട് ഇതുപോലെ തന്നെ ഉടമ്പടിക്കൊരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്. ആ സ്വാഭാവികമായ ഉടമ്പടി ഒഴുക്കിന് അങ്ങനെ വിട്ടുകൊടുത്താൽ മതി. അപ്പം എന്താ സംഭവിക്കുന്നത്? ബാക്കി ഇതിൻ്റെ നമുക്ക് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടിക്ക് റിസ്ക് ഇല്ലാത്തത് എന്താണെന്നറിയാമോ? റിസ്ക് ഇല്ലാത്തതിന് കാരണം ഇപ്പോഴ് പല വിഷയങ്ങൾ, ഇപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു പ്രൊഫസറാണ്, പ്രൊഫസർ ടോയ് തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനാണ് അസുഖം ക്യാൻസറാണ്. അതിവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം അച്ഛനെ കണ്ടു. പിന്നെ കാര്യമായ ഒരു ഭേദം ഈ രോഗത്തിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവർ ഇവിടെ അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞു 90 പ്രാവശ്യം കണ്ടതിന് ശേഷം പിന്നീട് 90 ദിവസം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവിടെ കാണാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് മടക്കി വിട്ടു. അത് കറക്റ്റായ കാര്യമാണ്. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കാണണമെങ്കിൽ കാര്യം ഉടമ്പടി എന്ന് പറയണത് അച്ഛനെ കാണുന്നതല്ല പ്രശ്നം, അവൻ പറയണത് പോലെ ചെയ്ത് ജീവിക്കുന്ന വിഷയമാണ്. അവിടെ അച്ഛനെ കാണുന്നൊരു വിഷയം അവിടെ ഇതിൻ്റെ ഇല്ല. പിന്നെ എമർജൻസി ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നതേ ഉള്ളൂ. ഉടമ്പടി ഒഴുക്കെന്ന് പറയണത് അവൻ പറയണത് പോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ, ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് അതാണ്. സ്വാഭാവികമായി നമുക്ക് റിസ്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു വ്യവസായം തുടങ്ങിയാൽ പോലും ഏറ്റവും കൂടുതൽ റിസ്ക് എന്താണ്? അതിൻ്റെ മാർക്കറ്റിംഗാണ് റിസ്ക്. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് അതിൻ്റെ മാർക്കറ്റിംഗാണ്. മാർക്കറ്റിംഗ് നടന്നാൽ തന്നെ ബില്ല് പാസ്സായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നവരെ റിസ്ക് ഇങ്ങനെ കണ്ടിരിക്കും. ഉടമ്പടിക്ക് റിസ്ക് ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ദൈവ സംവിധാനമാണ്. അതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ്, പ്രൈമറി നോളജ് എന്താണ്. അതൊരു ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ് കവനൻ്റ്, ദാറ്റ്സ് ഓക്കെ, ക്ലിയർ. പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി വന്നിരിക്കുന്നതിൻ്റെ കാരണം മാതാവിൻ്റെ പ്രത്യക്ഷ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 ഡിസംബർ 7 ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതാണ് പ്രാർത്ഥന. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത് പറയുമ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ഒരു ബയലാറ്ററൽ എഗ്രിമെൻറ്റിൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും കൊണ്ട് ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാനുള്ള സ്വാഭാവികമായ ഒരു റൈറ്റുണ്ട്. അതിൻ്റെ ഒരു എഫിക്കഷ്യസ് ആയിട്ടുള്ള പ്രെയറാണത്, ഫലപ്രദമായ രീതിയിലുള്ള പ്രാർത്ഥന. നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, പക്ഷെ കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഉടമ്പടിയിൽ കേട്ടേ മതിയാകത്തുള്ളൂ. എന്താ കാര്യം? അത് ഉടമ്പടി പ്രകാരമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. കാര്യം ഉടമ്പടി എന്തിനെ ബേസ് ചെയ്ത് നിൽക്കണതാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. അല്ലാതെ വിശ്വാസത്തെ അല്ല. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് പ്രാർത്ഥിക്കണമല്ല. ഉടമ്പടി വിശ്വാസത്തെ അല്ല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് എന്താണ്? ഉടമ്പടി വിശ്വാസം അതിലുണ്ട്, തീർച്ചയായിട്ടും. കറണ്ടില്ലാതെ ഫാൻ കറങ്ങത്തില്ലല്ലോ, വിശ്വാസം അതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയണത് എന്താണ്? അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആരുടെ സബ്ജക്റ്റാണ്? നമ്മുടെ സബ്ജക്റ്റ് അല്ല. ജോസഫ് അച്ഛൻ പല മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്.
അതാണ് വിഷയം. അതെപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ ലളിതമായ വശങ്ങളെ ലളിതമായിട്ട് മനസ്സിലാക്കണം. ഇത് മുഴുവൻ റിസ്ക് കവർ ചെയ്യണ ദൈവത്തിൻ്റെതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉടമ്പടി ഒരു സ്വാഭാവികമായ ഒഴുക്കാണ്. അതിൻ്റെ ഒഴുക്കിനകത്ത് നിങ്ങൾ ഒഴുകിയാൽ മതി, ബാക്കി ചെയ്യേണ്ടതെല്ലാം കർത്താവ്. റിസ്ക് നമുക്കില്ല അതിൻ്റെ അത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക എന്നുള്ളത്. എന്തിനാണ്? സഭ മാതാവിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ മാതൃക അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് കത്തോലിക്ക സഭയിലാണ്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും പ്രത്യക്ഷീകരണങ്ങളെല്ലാം ലൂർദ്, ഫാത്തിമ, മറ്റുഗോറ, ഈ പ്രത്യക്ഷീകരണം എല്ലാം വരണേ കാത്തലിക് മേഖലയിലാണ് വരണത്. കാര്യം അമ്മ ഒരു വിഷയം സഭയോട് പറഞ്ഞാൽ അമ്മയെ വിശ്വസിക്കുകയും അമ്മയെ മധ്യസ്ഥയായിട്ട്, പ്രധാന മധ്യസ്ഥയായിട്ട്, മധ്യസ്ഥന്മാരൊത്തിരി പേരുണ്ട് നമുക്ക്, വിശുദ്ധന്മാരെല്ലാം മധ്യസ്ഥന്മാരാണ്. ശരിക്കും നമുക്ക് തന്നെ മധ്യസ്ഥം വഹിക്കാം. വിശുദ്ധിയും മെനയുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവം മധ്യസ്ഥമായിട്ട് കേൾക്കും. പക്ഷേ അമ്മ ഇവിടെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏകമധ്യത്തിന് യേശുക്രിസ്തുവാണ്. പക്ഷേ മാനുഷികമായ കാര്യങ്ങൾക്കുള്ള, രക്ഷാകരമായ കാര്യമല്ല, മാനുഷ്യമായ കാര്യങ്ങളില്ലേ, നമുക്ക് വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, രോഗമാണ്, ഇതൊക്കെ മാനുഷിക കാര്യമല്ലേ. ഏകരക്ഷകൻ എന്ന കൺസെപ്റ്റ് ഈ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടത്തിയ ദേശമാണ്. അതിന് ഒരു കോംപ്രമൈസും ഇല്ലത്. കർത്താവില്ല, വേറെ ആരും അവിടെ ഇല്ല. ആ സ്പേസിൽ ഏകരക്ഷകനായിട്ട് ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറിയത്തിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ മാനുഷിക ആവശ്യങ്ങളുടെ മേലെ, പ്രത്യേകിച്ച് വേറെ ഒത്തിരിയേറെ മറിയൻ റാങ്കുകളുണ്ടെങ്കിലും സുവിശേഷം തുറക്കപ്പെടുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് അസമയത്ത് പോലും ഈശോൻ്റെ മുമ്പിൽ ആധികാരികമായിട്ട് പറഞ്ഞ് അതിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അമ്മ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ രണ്ട് പോയിന്റ്സിലാണ് വ്യക്തത വന്നിരിക്കുന്നത്. ഒന്നെന്താണ്? ഉടമ്പടിക്ക് ഒരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്, അതിനെ തടയരുത്, ഇല്ലേ? സ്വാഭാവിക ഒഴുക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഉടമ്പടി നമുക്ക് റിസ്ക് ഇല്ല, സീറോ റിസ്ക്കാണ്. എന്താ കാര്യം? അത് വൃത്തിയും മേനമായിട്ട് നമ്മൾ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചാൽ അത് അംഗീകരിക്കേണ്ടതും അതിന് ഉത്തരം നൽകേണ്ടതും ആരാണ്? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം മാത്രമല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാകണം. അടയാളങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അടയാളം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള രീതിയിലുള്ള സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ഉണ്ടാകണം. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതവും പ്രാർത്ഥനാ ജീവിതവും രണ്ടും രണ്ടാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതത്തിന് പറയണത്, പ്രാർത്ഥനാ ജീവിതത്തിനാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയണത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പ്രാർത്ഥനാ ജീവിതം ആധ്യാത്മിക ജീവിതം ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് വ്യത്യാസമുണ്ട്. പ്രാർത്ഥനാ ജീവിതം മോശമാണെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതമാകണമെന്ന് നിർബന്ധമില്ല. എന്നുവെച്ചാൽ എല്ലാ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതമല്ല. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 തിമോത്തി 4:8 എടുത്തേ. ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ വാഗ്ദാനങ്ങളിലെ ഈ ആധ്യാത്മികതയിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്നെന്താണ്? ഈ ജീവിതത്തെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൂണുമേ സൈബന്മാരുണ്ടാക്കുന്ന പരിപാടിയില്ല. ഇപ്പം ചില ആൾക്കാർ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ട് ജീവിതത്തിൻ്റെ മുഴുവനും ആഗ്രഹങ്ങൾ ബലി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ തന്നെ സ്വയം ഡിപ്രൈവ്ഡായിട്ട് വേറെ ഒരു ലോകത്ത് സ്വന്തം ഈശ്വരാനുഭവത്തിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സംഭവം ബൈബിളിലില്ല.
ശാരീരികമായി ഇപ്പോൾ യോഗ പോലെയുള്ള ശാരീരികമായ അഭ്യാസങ്ങളും ആധ്യാത്മികമായിട്ട് ബൈബിൾ കാണുന്നില്ല. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. ശാരീരികമായ പരിശീലനം ശാരീരികമായ പരിശീലനം അതൊക്കെ ഒരു ഫിസിക്കൽ എക്സർസൈസാണ്. ഓക്കെ, ഫിസിക്കൽ എക്സർസൈസും ആധ്യാത്മികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാ വിഷയം. ബൈബിൾ ആധ്യാത്മികതയാണ് ഞാൻ സംസാരിക്കുന്നത്. ഫിസിക്കൽ എക്സർസൈസ് അങ്ങനെ പലതരത്തിലുള്ള യോഗാസനങ്ങളുണ്ടാകും, അതുപോലെ. പക്ഷേ അതും ബൈബിളുമായിട്ട് ആധ്യാത്മികതയുമായിട്ട് ബന്ധമില്ല. ഒന്നിനു വായിച്ച ഭാഗം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. അതെ. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ബേസ്മെന്റ് എന്താണ്? വാഗ്ദാനമല്ലേ. ഉടമ്പടിയുടെ ബേസ്മെന്റ് എന്താണ്? വാഗ്ദാനമാണ്. ഉടമ്പടി എന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8840 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ടെന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഈ ദൈവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ടും ഈ ജീവിതത്തെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് വാഗ്ദാനം. അപ്പോൾ ഈ വാക്കിൻ്റെ ഉള്ളിലാണ് ദൈവം ദാനം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ നമ്മൾ എന്താ ചെയ്യണത്? ഈ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ പ്രോമിത്തരെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രൊമിത്തരെ, പ്രോമിസ് മീൻസ് അതിൻ്റെ മൂലം എന്താണ്? ലാറ്റിനാണ്. പ്രോമിസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ മൂലം, അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലത്തീൻ വാക്ക് പ്രൊമിത്തരയുടെ റൂട്ട് മീനിങ് ആണ് ടു പുൾ ഔട്ട്, വലിച്ച് പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബലം ഉണ്ടാകണം. എന്ത് ബലമാണ്? ജിംനാസ്റ്റിക് ബലമല്ല, ആത്മീയ ബലമുണ്ടാകണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്താ ഉണ്ടാകേണ്ടത്? ആത്മീയ ബലമാണ് ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് പൗലോസ് പറയണത് ശാരീരിക കൊണ്ട് കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ടെന്ന്. ഒരു ഡിസിപ്ലിൻ കിട്ടുമായിരിക്കും, പക്ഷേ ലക്ഷ്യം സാധിക്കുക അത് മാർഗമല്ലേ? ഇതൊക്കെ മാർഗമാണ്. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം സാധിക്കുന്നത് എന്ത് വേണം? ആധ്യാത്മികത എല്ലാത്തിനും പ്രധാനപ്പെട്ടതാണ്. അതെന്താണ്? അത് ഈ ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. വാഗ്ദാനം എത്രയാണ്? 8850 വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ 55 വാഗ്ദാനങ്ങൾ. അതിലെന്തെല്ലാം ഉണ്ട്? ഈ ജീവിതമുണ്ട്, പിന്നെ വരാനിരിക്കുന്ന ജീവിതമുണ്ട്. ഇപ്പോൾ ഈ വരാനിരിക്കുന്ന ജീവിതത്തെയാണ് ഉടമ്പടി കാർക്കശ്യമായിട്ട് ചിലർ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന് പറഞ്ഞു. പ്രൊഫസർ ടോയ് തോമസ് ഇത് റീകോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന്. എന്താ കാര്യം? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ ചെല്ലുകയല്ല, പിന്നെ എന്താണ്? ചെയ്യുകയാണ്. ഇപ്പം നിത്യത എന്ന് പറയുന്ന വിഷയത്തിൽ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. നിത്യത നമ്മൾ ചെല്ലുന്നതിലല്ല ഇരിക്കുന്നത്, പിന്നെ എന്തിലാണ്? ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് ഈശോ വീണ്ടും വിജയശ്രീ ലാളിതനായി യുഗാന്ത്യത്തിലെ യുഗങ്ങളുടെ രാജാവായി എഴുന്നള്ളുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ്? അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ വെള്ളം കോരി ഏതെങ്കിലും തൊടിപ്പോയി മുങ്ങിയാൽ പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. എപ്പോഴും നമ്മൾ അറിയണം, കൃത്യമായിട്ട് ബൈബിൾ അറിയണം. അല്ലെങ്കിൽ അബദ്ധത്തിൽ പോയി ചാടും. ഏതെങ്കിലും വെള്ളത്തിൽ പോയി മുങ്ങിയാച്ചും പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ആ രാജ്യം കൈവശമാക്കണം. ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ സംരംഭങ്ങളും ഒരു മാർഗ്ഗങ്ങളാണ്. ലക്ഷ്യം സാധിക്കണമെങ്കിൽ തന്നെ ലക്ഷ്യം സാധിച്ചൊന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള അവസ്ഥ അതെന്ത് കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ 10ാം ക്ലാസ് ചേർന്നിട്ടേ ഉള്ളൂ. അപ്പം തന്നെ 10ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കണേ രക്ഷിക്കപ്പെട്ടെന്ന് പറയും. അത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അത്? അപ്പോൾ അത് അനന്തരം രാജാവ് ഇതിനെക്കുറിച്ചൊക്കെ ബുദ്ധി ഉണ്ടാകണം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം.
എന്താ ഒന്നിനു വായിച്ചേ? അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുത്തും. കർത്താവിന്റെ കൂടെ നിത്യതയോളം ജീവിക്കാനുള്ള വാഴുവിനുള്ള അവകാശം പ്രാപിച്ചു കഴിയുമ്പോഴാണ്, രാജ്യം അവകാശപ്പെടുമ്പോഴാണ് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു അതാണ് സഭയുടെ നിലപാട്, സത്യസന്ധമായ നിലപാട്. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ അവസാനം ചോദിക്കണത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്, ചൊല്ലിയ കാര്യങ്ങളല്ല. ഉടമ്പടി വിജയിക്കണത് അതാണ്. അവസാനം കർത്താവ് നമ്മളോട് ചോദിക്കണത് എന്താണ്? നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഇപ്പോൾ ആൾക്കാർ ഏറ്റവും വലിയ ഞങ്ങൾ കാരുണ്യപ്രവൃത്തി പറയുമ്പോൾ ഈ നഗ്നനെ ഉടുപ്പിക്കുന്ന പോലെ തന്നെയാണ് അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ 2-3 സാക്ഷി ഞാൻ കേട്ടു. ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യനായിട്ടൊരു മോൾ പറഞ്ഞ്, ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് ട്യൂഷൻ എടുക്കും. ഞാൻ തന്നെ അവർക്ക് ട്യൂഷൻ എടുക്കും. എന്താണ്? അറിവില്ലാത്തവരെ പഠിപ്പിക്കുക സംഭവം. ഇപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും. അതായപ്പോൾ ഈ കാരുണ്യ പ്രവർത്തികൾ 7 എന്നല്ല, 7,000 70,000 ഉണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്തു. ആരാണ്? ഈശോ പറഞ്ഞത് എന്താണ്? ഇപ്പം ചെയ്യാൻ പറ്റുന്നത് എല്ലാമാണ് ഉടമ്പടി ചെയ്യേണ്ടത്. ഇപ്പം യുദാസ് പറഞ്ഞില്ലേ, വൈ ദിസ് വേസ്റ്റ് എന്ന് ചോദിച്ചില്ലേ? കർത്താവിൻ്റെ പദാന്തികത്തിൽ ബെഥനിയിലെ മറിയം സുഗന്ധം പൂശിയപ്പോൾ എന്താ പറയുന്നത്? വൈ ദിസ് വേസ്റ്റ്? എന്തിനാണ് ഈ ഇങ്ങനെ വേസ്റ്റ് ആക്കണ പണം? പാവത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ഉത്തരവ് എന്താണ്? അവൾക്ക് ചെയ്യാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 14:8. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എന്റെ സംസ്കാരത്തിന് വേണ്ടി അവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. അപ്പൊ ഈശോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 7 കാരുണ്യ പ്രവൃത്തികളല്ല. എന്താണ്? ഓരോരുത്തർക്കും ഇവിടെ 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ 700 കോടി മനുഷ്യർക്കുള്ള 700 കോടി സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ആ മാളം ചെയ്യുന്നതിനെ പറഞ്ഞ അശ്വതി എന്താ പറഞ്ഞത്? എനിക്ക് ജർമ്മൻ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സാധ്യത. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ജർമ്മൻ B1 പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ B2 പാസ്സായതാണ്. അപ്പോൾ അതുകൊണ്ട് B1 പഠിപ്പിച്ചു കൊടുക്കും. ഉടമ്പടിയിൽ എന്തുമാത്രം നന്മ പ്രവർത്തികളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ജുബിൻ എന്നും പറഞ്ഞൊരു സാക്ഷിയുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. 4 സപ്ലി ഉണ്ടായിരുന്നു കക്ഷിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് 7 സപ്ലി ആയിട്ട് കൂടി. അപ്പോൾ ജുബിൻ പറഞ്ഞേ അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താണ്? ഇപ്പം മാതാവിൻ്റെ കൂടെ കൊണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരാളിനോടാണ് ചിലപ്പോൾ ഫസ്റ്റിൽ വണ്ടി ഒന്ന് അല്പം പുറകോട്ട് പോകും. മനസ്സിലായില്ലേ? എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. പക്ഷെ അത് നല്ല ജ്ഞാനമുള്ളത് കാരണം ഇവന് നല്ലൊരു ജ്ഞാനമുണ്ട്. അവൻ്റെ പഠിപ്പിനത്തെ ജ്ഞാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അമ്മ ഉണ്ടല്ലോ കൂടെ. ഇപ്പം സപ്ലി കൂടിയേ, 3 സപ്ലി കൂടി. പരീക്ഷ അരിയർ വന്ന് കൊടിച്ചിക വന്ന് തോറ്റു. 7 നേരത്തെ 4 തോറ്റുള്ളൂ, ഇപ്പോൾ 7 തോറ്റു. പക്ഷെ അതുകൊണ്ട് അവന് പ്രശ്നമില്ല. പല ആൾക്കാർക്കും പ്രശ്നം ഇതാണ്, അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ എന്നിട്ട് ഇപ്പോൾ മുമ്പത്തൊക്കെ കടമായല്ല, മുമ്പത്തൊക്കെ പ്രശ്നമായല്ല എന്നല്ല. അങ്ങനെയല്ല. ഉടമ്പടി എടുത്തപ്പോൾ എന്താ ഉള്ളത്? അവൻ പറഞ്ഞ കറക്റ്റാണ് കാര്യം. ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഒന്ന്. അപ്പം ദൈവം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്താണ്? പ്രസൻസ് തന്നെയാണ്. യേശുവേ സ്തോത്രം. ഞാൻ ആനി ജേക്കബ്, മൂവാറ്റുപുഴ അടുത്ത വാഴക്കുളം സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2019 ഏപ്രിലാണ്. 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ ആദ്യം വെച്ചിരുന്നത് ഞങ്ങൾ 5 സഹോദരിമാരും 2 സഹോദരനുമാണ്. സഹോദരൻ്റെ കൂടിയാണ് പേരൻറ്റ്സ് താമസിക്കുന്നത്. അപ്പോൾ അവർ വളരെ നന്നായിട്ട് നോക്കുന്നൊന്നുമില്ല, ഭയങ്കര റഫായിട്ടുള്ള പെരുമാറ്റമാണ്. അപ്പം ഞങ്ങളതുകൊണ്ട് ഭയങ്കരമായ ഒരു ഉദ്വേഷമായിരുന്നു. ഒരു നല്ല രീതിയിലല്ലായിരുന്നു. പോകും, ജസ്റ്റ് പോരും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉടമ്പടി വയ്ക്കുന്നതിന് മുമ്പേ തന്നെ മനസ്സിൽ കരുതി ഈ പ്രാവശ്യം ഞാനിത് ഉടമ്പടി വയ്ക്കും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ അവരോട് നല്ല സ്നേഹത്തോടെ പെരുമാറാനും പോകാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഞാനത് ഉടമ്പടി വെക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ വിദ്വേഷം വെറുപ്പും എല്ലാം മാറി നല്ല സ്നേഹമായി. അപ്പം മറ്റുള്ള സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു നമുക്കത് വേണ്ട, എന്തെങ്കിലും ചെയ്യട്ടെ, ഏതെങ്കിലും അവർ രീതിയിൽ ഈശോ തോന്നിക്കട്ടെ, നന്നായിട്ട് പേരൻസിനോട് പെരുമാറാൻ.
അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ പോകാനും സംസാരിക്കാനും അവിടെ പോയി ആ പഴയ വിദ്വേഷ വെറുപ്പെല്ലാം മാറാൻ പറ്റി. അത് അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, എനിക്ക് ഭയങ്കരമായി ദേഷ്യമായിരുന്നു. ഞാൻ ഒരു ടീച്ചറാണ്. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷനോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ ഞാനത് വീട്ടിൽ വന്ന് തീർക്കും ഹസ്ബൻഡിനോടും പിള്ളേരോടും. അപ്പോൾ ഹസ്ബൻഡ് പറയും, ഞങ്ങൾ നിന്റെ സ്റ്റുഡൻസ് അല്ല, നന്നായിട്ട് പെരുമാറുന്നൊക്കെ പറയും. എന്നാലും ഞാൻ ഒത്തിരി ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷേ ഉടമ്പടി എത്തിയതിന് ശേഷം എനിക്കൊരു 90% അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. ഇപ്പോൾ ചെറിയതായിട്ടുള്ള ദേഷ്യമുള്ളൂ, അത് എൻ്റെ മാതാവ് പ്രത്യേകമായിട്ട് എനിക്കറിയാം. പിന്നെ അടുത്ത ഉടമ്പടിയിൽ വെച്ചതല്ല, ഞാൻ 10-23 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖമാണ്. ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും തലവേദന കാരണം എനിക്ക് മിക്കവാറും ഹാഫ് ഡേ എടുത്ത് പോരേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഒരു കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം ഞാൻ ആയുർവേദ മെഡിസിൻ കഴിച്ചു. അങ്ങനെ ഒരു 2 മാസം അതിൽ നിന്നും ഫ്രീ ആയി. പക്ഷേ പിന്നെയും തലവേദന ഭയങ്കരമായിട്ട് തുടങ്ങി. പിന്നെ തലവേദന വരുമ്പോൾ ഞാൻ പെയിൻ കില്ലർ കഴിക്കും. അങ്ങനെയായി ഒരു രക്ഷയില്ലാതായി. പിന്നെ എന്നൊന്നും ലീവ് എടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിന് ശേഷം പിന്നെ എനിക്ക് തലവേദനയും വന്നില്ല. അത് അമ്മ മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ്. പിന്നെ അടുത്തത്, ഞാനൊരു ദിവസം സ്കൂളിൽ ചെല്ലുമ്പം ഒരു സ്റ്റുഡൻറ്റ് 10 പഠിക്കുന്നതാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഭയങ്കരമായ കാർച്ച്, ശ്വാസം കിട്ടുന്നില്ല, ഭയങ്കര അലറി കരയുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് എല്ലാവരും പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൈലം കൊണ്ടുപോകാറുണ്ട്. ഞാൻ വേഗം ഈ തൈലം എടുത്ത് ആ കൊച്ചിൻ്റെ ചശി പരട്ടി കുരിശും ഭരിച്ച് ഈ ശ്വാസപ്രമാണം ചെല്ലുക. കൊച്ചു ഹിന്ദു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ മടി കിടത്തി കൊണ്ടുപോവുക. ഒരു സ്കൂളിൻ്റെ ഗേറ്റ് അങ്ങ് കടന്നപ്പോഴത്തേക്കും പിന്നെ മിണ്ടുന്നില്ല. ഞാൻ പെട്ടെന്ന് പേടിച്ചു, എന്തു പറ്റിയെന്ന് ഓർത്ത് ഞാൻ വേഗം ശ്വാസം ഉണ്ടോ എന്ന് നോക്കി. ശ്വാസമുണ്ട്. അപ്പോൾ ശാന്തമായിട്ട് ഉറങ്ങുക. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന്. അങ്ങനെ ആ കൊച്ചിൻ്റെ ആ ശ്വാസം മുട്ടലും മാറി. ഇതും അമ്മ മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ മോള് ഡ്രൈവിംഗ് പഠിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ലൈസൻസിന് ടെസ്റ്റ് ആണ്. അപ്പം ഭയങ്കരമായ മിസ്റ്റേക്കാണ്. അപ്പം ടെസ്റ്റിന് മമ്മി എനിക്കിപ്പോൾ പറ്റുകയില്ല, ഞാൻ അടുത്ത പ്രാവശ്യം എഴുതി പൊക്കോളാം, ടെസ്റ്റിന് പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, ഞാൻ അമ്മ മാതാവിൻ്റെ മെഡൽ തന്നു, അമ്മ മാതാവ് നിൻ്റെ കൂടെ പോരും, അമ്മ മാതാവ് നിൻ്റെ ഡ്രൈവിംഗ് സ്റ്റിയറിങ്ങിൽ പിടിച്ച് നിന്നെ ഓടിപ്പിക്കും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ അതുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 21 പ്രാവശ്യം ചൊല്ലി. ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ മോളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, അത് പാസ്സായി. ഇങ്ങനെ അമ്മ മാതാവ് ഇനി ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സമയമില്ലാത്തതിനാൽ ഞാൻ ഇത്രയും പറഞ്ഞു ചുരുക്കുന്നു. അങ്ങനെ മാതാവ് ഈശോയോട് അപേക്ഷിച്ച് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ദീപ്തി തോമസ്, ഞാനിവിടെ ചേർത്തല മുട്ട സെൻറ്റ് മേരീസ് ഇടവയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ ഈശോയോടും അമ്മ മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഞാനൊരു 1 വർഷമായിട്ട് സാക്ഷ്യം പറയാൻ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം കിട്ടിയില്ല. ഏകദേശം 1 വർഷം മുമ്പ് എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അതായത് എൻ്റെ നട്ടലിൻ്റെ കീഴ്ഭാഗത്ത് ഉള്ള എല്ലിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ എനിക്ക് ചെറിയ നടുവേദനയായിട്ടാണ് തുടങ്ങിയത്. ഒത്തിരി ആയുർവേദമൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് മാറിയില്ല. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നട്ടലിൽ മയക്കം നൽകിയതിൻ്റെ വേദനയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ച് നോക്കാം, എന്നിട്ട് മാറിയില്ല. പിന്നെ ഞങ്ങൾ MRI സ്കാൻ ചെയ്തു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നാണ് MRI സ്കാൻ ചെയ്തത്. MRI സ്കാനിനകത്ത് എല്ലിൽ വരുന്ന ഒരു ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡിൽ വരുന്ന ഒരു ക്യാൻസർ, അതിനുള്ളൊരു സാധ്യതയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് വളരെ ടെൻഷനായി. അപ്പം ഞങ്ങൾ അവിടുന്ന് മറ്റൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ, അപ്പോൾ ഈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു ഞങ്ങളെ ന്യൂറോ സർജനെ കാണിക്കാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് കുത്തി പരിശോധിക്കണം, ട്യൂമർ എന്താണെന്ന് അറിയാനായിട്ട്. കുത്തി പരിശോധിച്ചു. പക്ഷേ അവർക്കും വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ സാധിച്ചില്ല. ട്യൂമറാണ്, പക്ഷേ അത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അടുത്തുള്ള ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടുത്തെ ഡോക്ടർ ഞങ്ങളെ വീണ്ടും സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു. അപ്പോൾ ട്യൂമർ ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുത്തി പരിശോധിച്ചാൽ കൂടാതെ മറ്റൊരു പരിശോധന നടത്തണം. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടുള്ള ഇക്ര ഹോസ്പിറ്റലിൽ കുത്തി പരിശോധനയ്ക്കായിട്ട് പോയി. അവിടെ ചെന്ന് കുത്തി പരിശോധിച്ചപ്പോഴും റിപ്പോർട്ടിനകത്ത് അവർക്കും എന്താണെന്ന് വ്യക്തമായത് ക്യാൻസർ ആണെന്നറിയാം, പക്ഷേ വ്യക്തമായിട്ട് ഏത് പേര് വ്യക്തമായി പറയുന്നില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ സാമ്പിള് അവിടെ അടുത്ത് തന്നെയുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊടുത്തു. അവിടെ വെച്ചിട്ട് എൻ്റെ റിപ്പോർട്ട് സാക്രൽ കോർഡോമ എന്ന് പറയുന്ന നമ്മുടെ നട്ടലിൻ്റെ കീഴ്ഭാഗത്തുള്ള എല്ലിൽ വരുന്ന ക്യാൻസറാണെന്ന് കൺഫേം ചെയ്ത് തന്നു. തിരിച്ച് ഞങ്ങളിവിടെ വന്നു. ഇവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇത് റിസൾട്ട് ഇങ്ങനെ ആദ്യത്തെ സ്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് 2018 ഏപ്രിലായിരുന്നു. ഏപ്രിൽ 13 ഞാനിവിടെ വന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചത് തന്നെ എൻ്റെ ബയോപ്സി റിപ്പോർട്ടിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നെന്നാണ് ഞാൻ ഉടമ്പടി വെച്ചത്. പക്ഷേ എൻ്റെ ഓരോ പ്രാവശ്യം എനിക്ക് കുത്തിപ്പരിശോധന നടത്തുമ്പോഴും ക്യാൻസറാണെന്ന് പറയുന്നുണ്ട്, ഏതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പം കൂടെ ഞങ്ങൾ മൊത്തത്തിൽ ഫാമിലി എല്ലാവരും ഭയങ്കര ഡെസ്പായിട്ടിരിക്കുമായിരുന്നു.
അങ്ങനെ ഞങ്ങൾ അവസാനം ഓപ്പറേഷൻ ചെയ്തു, കൺഫേം ചെയ്ത് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു എൻ്റെ എന്താണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടു. അപ്പോൾ ഇവിടെ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് അച്ഛൻ കാണുന്നതുകൊണ്ട് അച്ഛനെന്നെ ഇവിടെ അൾത്താരയിൽ വിളിച്ച് നിർത്തിയിട്ട് നട്ടിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, എല്ലാം സുഖപ്പെടും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു എൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല ദീപ്തി, നമ്മളെന്തായാലും കൺഫേം ചെയ്തതാണ്, അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. കാരണം എൻ്റെ പ്രായം വെച്ചിട്ട് ഡോക്ടർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ. പക്ഷേ അസുഖം ഇതായതുകൊണ്ടും അത് വേറെ ഭാഗത്തേക്ക് ബാധിക്കും എന്നുള്ളതുകൊണ്ടും ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ കൺഫേം ചെയ്തതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് ഒരു അത്ഭുതം സംഭവിക്കും, ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്, ഉറപ്പായിട്ടും അത്ഭുതം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പോയി. അടുത്ത ദിവസം ഞാൻ വീട്ടിൽ ഡിസ്ചാർജ് ആയി ചെന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോഴേക്കും ഡോക്ടറിന് പറഞ്ഞു റിപ്പോർട്ടായിട്ടുണ്ട്. പറഞ്ഞതുപോലെ അവർ പരിശോധിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞത് അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല, ചെറിയ രക്തത്തിൻ്റെ കട്ടകൾ മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് പോയ ആ നിമിഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു വർഷം മുമ്പുള്ള കാര്യമാണ്, കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു, 2018 ഓഗസ്റ്റിലായിരുന്നു സംഭവം. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാണ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചത്, ഡോക്ടർ എന്ത് തന്നെ പറഞ്ഞാലും ശരി എൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എൻ്റെ റിസൾട്ട് നോർമലായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ ഉടമ്പടിയിൽ ആദ്യം ഞാൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്, ബയോപ്സി നോർമലായിരിക്കണമെന്ന്. എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഇതാണ് എൻ്റെ റിപ്പോർട്ട്. എൻ്റെ റിപ്പോർട്ടിനകത്ത് നോ റെസിഡ്യുവൽ ട്യൂമർ എന്നാണ് എഴുതിയേക്കുന്നത്. എൻ്റെ ഏത് ഭാഗത്തായിരുന്നോ, അതായത് 5 ബോണുകൾ കൂടിച്ചേർന്നാണ് സാക്രോ എന്ന് പറയുന്നത്. അതിലാ 4ാമത്തെ ബോണിലാണ് ട്യൂമർ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ട്യൂമർ എടുത്തു മാറ്റുമ്പോൾ അതിന് സൈഡിലുള്ള ട്യൂമറിലേക്കും ബാധിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അവർ അതും കൂടെ എടുത്തു മാറ്റും. അങ്ങനെ ആ ബോണുകളെല്ലാം പരിശോധിച്ചിട്ട് അതിലൊന്നിലും ക്യാൻസറിൻ്റെ സാന്നിധ്യം ഇല്ലെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്യാൻസർ ഒഴിഞ്ഞു പോയെന്ന സമാധാനത്തിൽ ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വീട്ടിൽ ഡിസ്ചാർജ്, ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു. ആദ്യത്തെ ദിവസങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ട്യൂബ് എടുത്തിട്ട് മൂത്രം പോകുന്നില്ല. അടുത്ത പ്രശ്നം തുടങ്ങി. ട്യൂബ് എടുത്ത് മൂത്രം പോകാതെ ആയപ്പോഴേക്കും വീണ്ടും ടെൻഷനായി. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു സാരമില്ല, വീട്ടിൽ പോ, നമുക്ക് നോക്കാം, കുറച്ച് ദിവസം കൂടെ നോക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും മൂത്രം പോകുന്നില്ല. അപ്പോൾ പ്രശ്നമായി. ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഞരമ്പുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, നമുക്ക് ഇടവിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ മാത്രം ട്യൂബ് ഇടുന്ന ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രൈസേഷൻ പഠിപ്പിക്കാനായിട്ട് എന്നെ ഇവിടെ അടുത്തുള്ള KVM ഹോസ്പിറ്റലിൽ വിടാമെന്ന് പറഞ്ഞു. അവിടെ ഒരു നേഴ്സുണ്ട്, അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞിരിക്കുമ്പം എനിക്ക് ആകെ കൂടെ ടെൻഷനായി. കാരണം ജീവിതകാലം മൊത്തം ട്യൂബിട്ട് മൂത്രം എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കളെല്ലാം എണ്ണയൊക്കെ എടുത്ത് കുടിക്കും, എണ്ണ വയറിൽ തടവും. അങ്ങനെ ഭയങ്കര പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിക്കുന്ന ഡേറ്റായി പഠിക്കാൻ ചെല്ലാനായിട്ട്. ഞാൻ പോകണ്ടേന്നുള്ള ടെൻഷനിലാണ്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ നേഴ്സാണ്, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ അവൾ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളോട് പറഞ്ഞു ഞാൻ എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് നീ വന്നിട്ട് എൻ്റെ ട്യൂബൊന്ന് എടുത്ത് നോക്ക്, മൂത്രം പോകാൻ നോക്കാം. ഒരു 4-5 വട്ടം ഹോസ്പിറ്റലിൽ വെച്ച് എടുത്തിട്ട് ഇട്ട ട്യൂബാണ്, അപ്പോൾ അന്ന് എടുത്ത് നോക്ക്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ വന്ന് എൻ്റെ ട്യൂബ് എടുത്ത് തന്നു. അത്ഭുതം എന്ന് പറയട്ടെ, സത്യം പറഞ്ഞാൽ ഞാൻ നേർച്ച വസ്തുക്കളായിട്ടാണ് ബാത്റൂമിൽ വരെ പോയിരുന്നത്. അവിടെ അത്ഭുതം എന്ന് പറയട്ടെ, ട്യൂബ് എടുത്തപ്പോൾ എൻ്റെ മൂത്രം പോയി. അങ്ങനെ 4-5 പ്രാവശ്യം മൂത്രം അതായത് ട്യൂബ് എടുക്കുകയും ചെയ്ത് നോക്കിയതാണ് ഹോസ്പിറ്റലിൽ വെച്ച്. അപ്പോൾ അങ്ങനെ എനിക്ക് സമാധാനമായി. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിന് പ്രശ്നം ഉണ്ടായതുപോലെ തന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകാനും സാധിച്ചില്ല. ഞാൻ വീട്ടിൽ ചെന്ന് ഡിസ്ചാർജ് ആയി 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീണ്ടും കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമായി. വീണ്ടും എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ടോയ്ലറ്റിൽ നിന്നാണ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നത്. അത്രയ്ക്ക് ഭീകരമായിരുന്നു എൻ്റെ അവസ്ഥ. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി, എനിമയൊക്കെ വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് റിലാക്സായി ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ ഓർത്തു മാറുമായിരിക്കും, ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കാം, മാറും നോക്കാമെന്ന് പറഞ്ഞു. മാറിയില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, മാസങ്ങളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല, ചോറ് കഴിക്കാനേ പറ്റുന്നില്ല. കാരണം ഞാൻ ആ വർഷത്തെ ഓണത്തിനൊരു ചോറുണ്ടതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അന്ന് അതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. കാരണം അത്ര കട്ടിയുള്ള ആഹാരം പോലും എനിക്ക് കഴിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല, പാലോ ഒന്നും കുടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കഴിയുമ്പോഴേക്കും ഞാനോർത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഡോക്ടറോട് എന്ന് പറയും, ഡോക്ടർക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ നെർവിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചതാകാമെന്നുള്ളതാണ് ഡോക്ടറിൻ്റെ ഒരു അനുമാനം.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറയും. അവസാനം ഡോക്ടറുടെ പ്രതീക്ഷകൾ എനിക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ഫുഡും കഴിക്കാണ്ട് വന്നപ്പോഴേക്കും ഞാൻ പിന്നെ വേറൊരു ഡോക്ടറെ പോയി, ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എനിക്ക് വേറൊരു മരുന്ന് തന്നു. അത് ഡൾക്കോളാക്സ്. ഇവിടെ ആർക്കെങ്കിലൊക്കെ അറിയാൻ പറ്റുമായിരിക്കും നഴ്സുമാർക്ക്. ഡൾക്കോളാക്സ് എന്ന മരുന്നാണ്. അത് ഞാൻ സാധാരണ കൊടുക്കുന്നതിൽ നിന്നും കൂടുതൽ അളവാണ് എനിക്ക് തന്നത്. 2 ആഴ്ച കഴിക്കാൻ പറഞ്ഞു. 2 ആഴ്ച കഴിച്ചപ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായി. പിന്നെ 2 ആഴ്ച എന്നുള്ളത് ഞാൻ 8 മാസം മരുന്ന് കഴിച്ചു. കഴിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞാൻ ഒരു നഴ്സായതുകൊണ്ടും എൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാം, കാരണം അതിന് അഡിഷനായി പോകും. പക്ഷേ എനിക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വേദന ഓർക്കുമ്പോൾ ഞാൻ അറിയാണ്ട് കഴിച്ചു. 8 മാസത്തോളം ഞാൻ അങ്ങനെ കഴിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കഴിക്കുന്നതോറും ഞാൻ അതിന് കൂടുതൽ അഡിക്റ്റായാണ്. പിന്നെ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഞാനിവിടെ ഒരു ഓഗസ്റ്റിലാണ് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിൽ ഞാനൊരു 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഡിസംബർ തൊട്ട് ഇവിടെ വരാൻ തുടങ്ങി. ഉടമ്പടി ധ്യാനത്തിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ ആ ഏപ്രിൽ മാസം ആയപ്പോഴേക്കും 2019 ഏപ്രിൽ മാസത്തിൽ ഞാനിവിടെ വന്നു. അച്ഛനെ കാണാൻ നിന്നു. എനിക്ക് അച്ഛനെ പേഴ്സണലായിട്ട് കാണാൻ പറ്റിയില്ല. അച്ഛൻ പറഞ്ഞു ഇവിടെ എല്ലാവരും മുട്ടുകുത്തി നിന്നോ, ഞാൻ തലേ തൊട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാനോർത്തു അച്ഛനെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ സാരമില്ല, അച്ഛൻ തൊട്ട് പ്രാർത്ഥിക്കുമല്ലോ. ആ സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു എൻ്റെ കോൺസ്റ്റിപ്പേഷൻ ഒന്ന് മാറ്റി തന്നെ. കാരണം അത്രയ്ക്ക് പ്രശ്നമാണ്. കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എൻ്റെ ജോലി സംബന്ധിച്ച് എനിക്ക് നൈറ്റൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ജോലിക്കും പോകാൻ പറ്റുന്നില്ല. ഭയങ്കര പ്രശ്നമായി. അപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുന്നവരെ എൻ്റെ ചേച്ചിയോടൊപ്പമാണ് ഞാൻ വന്നത്. ഒരു 50 വിശ്വാസ പ്രമാണമെങ്കിലും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. ഞാൻ അന്ന് രാത്രി മരുന്ന് കഴിക്കത്തില്ലെന്ന് ഉറപ്പിച്ച് തന്നെയാണ് പോയത്. കാരണം രാത്രിയാണ് ഈ മരുന്ന് കഴിക്കുന്നത് രാവിലത്തേക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പലവട്ടവും മരുന്ന് കഴിക്കാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും മരുന്ന് കഴിക്കാൻ മറന്നുപോയ ദിവസങ്ങളൊന്നും പിറ്റേ ദിവസം ടോയ്ലറ്റിൽ പോയിട്ടില്ല. അതെനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയാം. ഞാൻ അത്രയും പ്രാവശ്യം മറന്നു പോയിട്ടുണ്ട് കഴിക്കാൻ. അപ്പോഴേക്കും അമ്മ എന്നോട് രാത്രി ചോദിച്ചു മരുന്ന് കഴിച്ചോ? ഞാൻ പറഞ്ഞു കഴിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞതാ. കാരണം എനിക്ക് ഉറപ്പുണ്ട് പിറ്റേ ദിവസം എന്താണെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുന്നു. പിറ്റേ ദിവസമായി എൻ്റെ 8 മാസങ്ങൾക്ക് ശേഷം, അതായത് ജീവിതത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് ശേഷം എനിക്ക് ആദ്യമായിട്ട് ടോയ്ലറ്റിൽ പോകാൻ സെൻസേഷൻ ഉണ്ടായി. ഞാൻ ടോയ്ലറ്റ് നോർമലായിട്ട് പോയി. അന്ന് തൊട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ വളരെ അത്ഭുതമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ അനുഭവിച്ചു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ പോയി കണ്ടു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഈ റിസൾട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴും എനിക്കൊരു ഡോക്ടറിനോട് ഒരു മിറാക്കിളാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കൊരു അതിന് മുസ്ലിം ഡോക്ടറാണ്. അപ്പം സാർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രാവശ്യം കൺഫേം ചെയ്ത റിസൾട്ട് ഒരു അത്ഭുതമെന്ന് പറയാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രത്യാശ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ചെയ്തത് എൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അവിടുത്തെ സിസ്റ്ററിൻ്റെ ചേച്ചീനെ ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് ചേച്ചിയോട് പറഞ്ഞെന്ന് പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട്, അതായത് പാടുപെട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. കാരണം അത്രയ്ക്ക് ചെറിയ ട്യൂമറായിരുന്നു, അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എൻ്റെ റിസൾട്ട് RCC എന്നാണ് അവസാനത്തെ പതോളജി റിസൾട്ട് വന്നത്. അപ്പോൾ RCCയിലെ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി കഷ്ടപ്പെട്ടായിരുന്നു, സാറായിരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യത്തില്ലായിരുന്നു, അത്രയ്ക്ക് പാടായിരിക്കും അത് ചെയ്യാൻ. എന്താണേലും ഇത്രയും കൺഫേം ചെയ്ത റിസൾട്ട്, ഇത്രയും നോർമലായിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടിയത് വളരെ അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ദൈവത്തിൻ്റെ കൃപ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. കാരണം RCC എന്നൊരു ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ എൻ്റെ ചേച്ചിക്ക് 7 വർഷമായിട്ട് കുട്ടികളില്ല. അപ്പോൾ 2 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയതാണ്. അപ്പോൾ ആദ്യത്തേത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു, രണ്ടാമത്തേത് പിന്നെ അബോർഷനായി. പിന്നെ കുറേ നാളായിട്ട് പ്രഗ്നൻ്റ് ആകാതിരിക്കുമായിരുന്നു. ചേച്ചി എൻ്റെ ഒപ്പം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ്. ഇപ്പോൾ ചേച്ചി പ്രഗ്നൻ്റ് ആണ്, 5 മാസമായി. അപ്പം വളരെ സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, നേഴ്സുമാരെ സംബന്ധിച്ചിട്ട് കുറേ നാൾ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങും എടുക്കത്തില്ല. ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് 2 വർഷം ജോലി ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറേ നാൾ എനിക്ക് അത് ആദ്യം ഒന്ന് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ IELTS പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നടുവേദന വന്നത്. പിന്നെ എനിക്ക് അവിടെ ഒന്നിനും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വളരെ വിഷമിച്ച് വളരെ മാനസികമായിട്ട് സംഘർഷപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ ചെറിയ അച്ഛന്മാർ തലക്കോട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന്മാരോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പോസ്റ്റ് ബേസിക് BSc നഴ്സിങ്ങിന് എൻട്രൻസ് എഴുതിയിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അച്ഛനോട് തലക്കോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്ന്. എനിക്ക് റിസൾട്ട് വന്നപ്പോഴേക്കും കേരളത്തിൽ ഒരു 500 പേരെങ്കിലും പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിൽ 10ാം റാങ്കായിട്ട് എനിക്ക് ഞാനിപ്പം കളമശ്ശേരിയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ പഠിക്കുവാണ്. 3 മാസമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. നടുവേദന എന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ചെറിയ വേദനകളുണ്ടെങ്കിലും വളരെ നന്നായി പോകുന്നു. ടോയ്ലറ്റിൽ പോകുന്നതിനൊന്നും പ്രശ്നമില്ല. അതെല്ലാം സഹായിച്ചത് അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത് അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ റേഡിയേഷൻ വരെ എടുക്കേണ്ടി വരുമായിരിക്കും എന്നാണ്. അറിയാമല്ലോ, റേഡിയേഷനും കീമോയും ഉള്ളൊരു ജീവിതം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതം വളരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും.
അപ്പോൾ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്ര ശക്തമായിട്ടാണ് ഞാനും എൻ്റെ വീട്ടുകാരും എന്നെ അറിയാവുന്നവരൊക്കെ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നന്ദിയുണ്ട്. Praise the Lord. ഇത്ര അനുഗ്രഹങ്ങൾ നന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും വളരെയേറെ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും